രാധേകൃഷ്ണ. ശ്രീ ഗുരുവായൂരപ്പനെ കേശാദിപാദം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ശ്രീമൻ നാരായണീയത്തിലെ ദശകം 4 ശ്ലോകം 11 പഠിക്കാം. ഇതിലെന്താണ് പറഞ്ഞിട്ടുള്ളതെന്നാൽ, ഹേ ഭഗവാൻ, അങ്ങയുടെ ഭക്തനായ യോഗി അഗ്നി, പകൽ, ശുക്ലപക്ഷം, ഉത്തരായണം എന്നിവയുടെ അധിഷ്ഠാന ദേവതകളാൽ സൂര്യലോകം പ്രാപിച്ച് ആനന്ദം കൊള്ളുന്നു. പിന്നീട് ധ്രുവലോകം പ്രാപിക്കുന്നു എന്നാണ് ഭട്ടതിരി പറയുന്നത്. ഇനി ശ്ലോകം പഠിക്കാം. അഗ്നിവാസര അഗ്നിവാസര വലർഷപക്ഷഗൈഃ വലർഷപക്ഷഗൈഃ ഉത്തരായണ ഉത്തരായണ ജുഷാ ച ദൈവതൈഃ ജുഷാ ച ദൈവതൈഃ പ്രാപിതോ പ്രാപിതോ രവിപദം രവിപദം ഭവത്പരോ ഭവത്പരോ മോദവാൻ മോദവാൻ ധ്രുവപദാന്തം ഈയതേ ധ്രുവപദാന്തം ഈയതേ. ഇനി ചേർത്ത് പഠിക്കാം. അഗ്നിവാസരവലർഷപക്ഷഗൈഃ ഉത്തരായണജുഷാ ച ദൈവതൈഃ പ്രാപിതോ രവിപദം ഭവത്പരോ മോദവാൻ ധ്രുവപദാന്തമീയതേ. இனி இந்த ஸ்லோகத்தின் பொருள் பார்ப்போம். குருவாயூரப்பா, உன்னுடைய பக்தனாகிய யோகி அக்னி, பகல், சுக்லபக்ஷம், உத்தராயணம் இவைகளுடைய அதிஷ்டான தேவதைகளால் சூரியலோகத்தை அடைந்து ஆனந்தம் அடைகிறார். அதன் பிறகு ധ്രുവലോകം அடைகிறார் என்று பட்டதிரி இந்த ஸ்லோகத்தில் சொல்கிறார். அடுத்த ஸ்லோகத்தின் பொருள் பார்ப்போம். குருவாயூரப்பா, அந்த மாதிரி ധ്രുവലോகத்தை வந்தடையும் யோகி அதன் பிறகு முகர் லோகத்தை அடைந்து ஆனந்தம் கொள்கிறார். எப்பொழுது அந்த யோகி அனந்தனுடைய முகத்தில் இருந்து வரும் நெருப்பின் சுடும் சக்தியால் பாதிக்கப்படுகிறாரோ அப்பொழுது உன்னை சரணடைந்து அப்போவோ அல்லது அதற்கு முன்பேவோ பிரம்மலோகத்தை அடைகிறார். ஆஸ்திதோத ஆஸ்திதோத மகராலயே யதா மகராலயே யதா சேஷவக்த்ர சேஷவக்த்ர தஹனோஷ்மணார்த்யதே दहनोष्मणार्द्यते ईयते भवद् ईयते भवद् उपाश्रयस्तदाह उपाश्रयस्तदाह वेदसपद वेदसपद मदपुरैव वा मदपुरैव वा. ഇനി ചേർത്ത് പഠിക്കാം. ആസ്തിതോധ മഹരാലയേ യദാ ശേഷവക്ത്രദഹനോഷ്മണാർദ്യത്തെ ഈയത്തെ ഭവദുപാശ്രയസ്തദാഹ വേദസപദമദപുരൈവ വാ. ഈ ശ്ലോകത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്നാൽ, ഹേ ഭഗവാൻ, അങ്ങനെ ധ്രുവലോകം പ്രാപിക്കുന്ന യോഗി അതിനുശേഷം മുഹർ ലോകത്തെത്തി സുഖിച്ചു കഴിയുന്നു. എപ്പോഴാണോ ആ യോഗി അനന്തൻ്റെ മുഖത്തു നിന്ന് വരുന്ന അഗ്നിയുടെ ചൂടിനാൽ പീഡിപ്പിക്കപ്പെടുന്നത്, അപ്പോൾ അങ്ങയെ ശരണം പ്രാപിച്ച് അപ്പോഴോ അല്ലെങ്കിൽ അതിനു മുൻപ് തന്നെയോ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു എന്നാണ് ഭട്ടതിരി ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്ത വീഡിയോയിൽ ദശകം 4 മറ്റ് ശ്ലോകങ്ങൾ പഠിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. രാധേകൃഷ്ണ.